ഹലോ എവ്രിവൺ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം മൈനർ 6 സൈക്കോളജി ഇൻ സൊസൈറ്റി മൊഡ്യൂൾ 1 ആണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജിയുടെ ഒന്നാമത്തതാണ്. നമുക്ക് 2ഉം 3ഉം നോക്കാം. അതിൽ രണ്ടാമത്തെ എന്താ പറയുന്നത് വെച്ചാൽ സോഷ്യൽ സൈക്കോളജി ഫോക്കസിങ് ഓൺ ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ സോഷ്യൽ സൈക്കോളജി സമൂഹത്തിൽ വ്യക്തി എങ്ങനെ പെരുമാറുന്നു എന്ന കാര്യത്തിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമൂഹത്തെയാണ് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത് എങ്കിലും മനുഷ്യരുടെ ചിന്ത, പ്രവൃത്തി, വികാരം എന്നിവയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതാണ് മുഖ്യമായിട്ടും പരിശോധിക്കുന്നത്. വ്യക്തികൾക്ക് സാമൂഹികവും സാംസ്കാരികവുമായ സ്വാധീനങ്ങളിൽ നിന്ന് വേർപെട്ട് നിലനിൽക്കാൻ കഴിയില്ല. ബിക്കോസ് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണല്ലോ. അതുകൊണ്ട് സമൂഹത്തിൽ വ്യക്തികളുടെ പ്രവർത്തനത്തെയും ചിന്തകളെയും രൂപപ്പെടുത്തുന്ന വ്യത്യസ്ത ഘടകങ്ങൾ ഉണ്ടെന്നാണ് സോഷ്യൽ സൈക്കോളജി പറയുന്നത്. ഇനി മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ സൈക്കോളജി സീംസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോഴ്സ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ആൻഡ് തോട്ട്സ്. മനുഷ്യർ സമൂഹത്തിൽ എന്തുകൊണ്ട് എങ്ങനെ ചിന്തിക്കുന്നു, പെരുമാറുന്നു എന്ന് മനസ്സിലാക്കാൻ സോഷ്യൽ സൈക്കോളജി ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. സോഷ്യൽ സൈക്കോളജി പ്രധാനമായും സാമൂഹ്യ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്ന ഘടകങ്ങളെയും സാഹചര്യങ്ങളെയും മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ കൂടുതലായി പഠിക്കുന്നത് ആക്ഷൻ, ഫീലിങ്സ്, ബിലീഫ്സ്, മെമ്മറീസ്, ഇൻഫറൻസസ് ആണ്. ഇവയെല്ലാം എങ്ങനെ രൂപപ്പെടുത്തുന്നു, എങ്ങനെയാണ് സമൂഹം അതിനെ സ്വാധീനിക്കുന്നത് എന്നതാണ് പ്രധാന വിഷയം. നമുക്ക് ഫാക്ടേഴ്സ് ദാറ്റ് ഷേപ്പ് സോഷ്യൽ ബിഹേവിയർ. സോഷ്യൽ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ നോക്കാം. ഒന്നാമത്തേതാണ് കോഗ്നിറ്റീവ് പ്രോസസ്സ്, രണ്ടാമത്തേത് എൻവയോൺമെൻറ്റൽ വേരിയബിൾസ്, തേർഡ് ദ ആക്ഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അതർ പീപ്പിൾ, ഫോർത്ത് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്കിനി കോഗ്നിറ്റീവ് പ്രോസസ്സ് നോക്കാം. എന്താ വെച്ചാൽ നമ്മളൊരാളെ കാണാൻ തീരുമാനിച്ചു, അയാൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടും വരാതിരുന്നാൽ നമ്മൾ വിചാരിക്കും അയാൾ ഇനി വരില്ലെന്ന്. അയാൾ വന്നിട്ട് നമ്മളോട് ക്ഷമിക്കണം, ഞാൻ ഇന്നെ കാണാൻ വരാൻ പറഞ്ഞത് മറന്നുപോയി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് പ്രതികരണം? അതാണ് കോഗ്നിറ്റീവ് പ്രോസസ്സ്. ഈ കോഗ്നിറ്റീവ് പ്രോസസ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മളോട് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ, മുന്നേ ചെയ്ത സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സാമൂഹ്യ സാഹചര്യങ്ങളിലെ പെരുമാറ്റത്തിലും ചിന്തകളിലും കോഗ്നിറ്റീവ് പ്രോസസ്സ് വളരെ പ്രധാനമാണ് എന്നാണ്. അതായത് മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു, മറ്റുള്ളവർ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത്, അവർ നമ്മുടെ പ്രവർത്തികൾക്ക് എങ്ങനെ പ്രതികരിക്കുമെന്ന് കണക്കുകൂട്ടുന്നു. ഈ രീതിയിൽ സോഷ്യൽ സൈക്കോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണ മേഖലയാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ ഫാക്ടറായ എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് ആണ്. ഇത് ഫിസിക്കൽ വേർഡ്സിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഗവേഷകർ വ്യക്തമാക്കുന്നത് ഫിസിക്കൽ എൻവയോൺമെൻറ്റ് അഥവാ കാലാവസ്ഥ, ഗന്ധം, പരിസരം എന്നിവ നമ്മുടെ ഭാവന, ചിന്ത, പെരുമാറ്റം എന്നിവയെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഘടകങ്ങൾ സോഷ്യൽ സൈക്കോളജി പഠന വിഷയങ്ങളിൽ ഉൾപ്പെടുത്തുന്നു. ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ പ്രോസസ്സ് ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ് സോഷ്യൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒന്നാണ്. പഴയകാലത്ത് സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നത് ചെയ്യണില്ല എന്നാണ്. ബട്ട് ഇപ്പോഴത്തെ റിസർച്ചിലൊക്കെ പറയാൻ കഴിയുന്നത് ഇഷ്ടങ്ങൾ, പെരുമാറ്റങ്ങൾ, വികാരങ്ങൾ, സമീപനങ്ങൾ എന്നിവയ്ക്ക് ഒരു ബയോളജിക്കൽ ഇൻഹെറിറ്റൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ്. കൂടാതെ സാമൂഹ്യ അനുഭവങ്ങളും ശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു എവല്യൂഷണറി സൈക്കോളജി പ്രോസസ്സിൻ്റെ ഭാഗമായാണ് നടക്കുന്നത്. മനുഷ്യരുൾപ്പെടെ എല്ലാവരും ഈ സൈക്കോളജിക്ക് എവല്യൂഷണറിക്ക് ഭാഗമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ബിഹേവിയറിലൊക്കെ കുറേ ചേഞ്ചസ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനിയുള്ളതാണ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പെരുമാറ്റം എങ്ങനെ മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് മെയിനായിട്ട് പഠിക്കുന്നത്. ഇതിന് 3ആയിട്ടാണ് തരംതിരിച്ചത് ഈ സ്കോപ്പിനെ. ഒന്ന് സോഷ്യൽ സ്റ്റിമുലി ആൻഡ് സോഷ്യൽ സ്റ്റിമുലസ് സിറ്റുവേഷൻ, 2 ഇൻഡിവിജ്വൽ റിയാക്ഷൻ ആൻഡ് എക്സ്പീരിയൻസ് അറൗസിങ് സോഷ്യൽ സ്റ്റിമുലസ്, 3 ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ എൻവയോൺമെൻറ്റ് ഓൺ ദ ഇൻഡിവിജ്വൽ. ഒന്നാമത്തേതാണ് സോഷ്യൽ സ്റ്റിമുലൈ ആൻഡ് സോഷ്യൽ സ്റ്റിമുലസ്. സോഷ്യൽ സൈക്കോളജി വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ എങ്ങനെ നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു എന്ന് നോക്കുന്നു. അഥവാ വ്യത്യസ്തമായ സോഷ്യൽ സിറ്റുവേഷനിൽ ഒരാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ പ്രശംസിച്ചാൽ അത് അവന് കൂടുതലായി ആ കാര്യം ചെയ്യാൻ തോന്നുകയും അത് ചെയ്യുകയും ചെയ്യും. അതാണ് പറയുന്നത്. രണ്ടാമത്തേതാണ് ഇൻഡിവിജ്വൽ റിയാക്ഷൻ ആൻഡ് എക്സ്പീരിയൻസ് അറൗസിങ് സോഷ്യൽ സ്റ്റിമുലസ്.
ഇത് ആളുകൾ സാമൂഹ്യ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പഠിക്കുന്നു. അഥവാ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ആകുമ്പം ഒരാൾ വേറെ രീതിയിലാവും പെരുമാറുക, അതേപോലെ ഒറ്റക്കാവുമ്പോൾ ഒരാൾ വേറെ രീതിയിലാവും പെരുമാറുക. സോഷ്യൽ സൈക്കോളജി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുടെ കാരണഫല ബന്ധം മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുന്നു. അതിനാൽ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ സോഷ്യൽ സൈക്കോളജിയുടെ പ്രധാന വിഷയങ്ങളിലൊന്നാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാളൊരു തമാശക്ക് ചിരിക്കുന്നു. കാരണം എല്ലാവരും ചിരിച്ച്, ഇനിയിപ്പോൾ അയാൾ ചിരിച്ചില്ലെങ്കിൽ അയാൾ ഒറ്റപ്പെടും എന്നുള്ള പേടിച്ചിട്ട് അയാൾ ചിരിക്കുകയാണ്. മൂന്നാമത്തേതാണ് ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ എൻവയോൺമെൻറ്റ് ഓൺ ദ ഇൻഡിവിജ്വൽ. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെ നമ്മുടെ പെരുമാറ്റവും ചിന്തവും രൂപപ്പെടുത്തുന്നു എന്നാണ്. അഥവാ സാമൂഹ്യ പ്രതികരണങ്ങൾ വ്യക്തിയെ സോഷ്യലൈസേഷനിലേക്ക് നയിക്കുന്നു. ഒരാൾ സമൂഹത്തിൻ്റെ രീതിയും ആചാരങ്ങളും പഠിക്കുമ്പോൾ അവൻ സാമൂഹിക പെരുമാറ്റങ്ങൾ സ്വീകരിക്കുന്നു. സാമൂഹ്യവൽക്കരണം അയാളുടെ ഇൻറ്റേർണലായും എക്സ്റ്റേണലായും അയാളെ മാറ്റുന്നു. അതിനാൽ സോഷ്യൽ സൈക്കോളജി വ്യക്തിയിലേക്കുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെയും പഠിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് യൂണിറ്റ് അടുത്ത പാർട്ടിലുണ്ടാവും. താങ്ക് യു.